ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ചില നിർണായകമായ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നതെന്നും ഈ പ്രശ്നങ്ങളിലൂടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന മറ്റു ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയുമെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അമേരിക്ക ഇന്ത്യക്കെതിരായിട്ട് മുഴക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ചൈന എന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും മറുഭാഗത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുന്ന ചില തീരുമാനങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ അടുത്തൊരു ബന്ധമാണ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചൈനയുടെ ഒരു വളർച്ച അത് തന്നെയാണ് അമേരിക്ക ഏറ്റവും കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ചൈന അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഡോമിനൻസിനെ മറികടന്ന് അമേരിക്കയുടെ ആ ഒരു പൊസിഷനിലോട്ട് എത്തുമോ എന്നൊരു ആശങ്ക അമേരിക്കയ്ക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ തളയ്ക്കാനായിട്ട് അവർക്ക് ഏഷ്യയിൽ തന്നെ മറ്റൊരു രാജ്യത്തിന് സപ്പോർട്ട് വേണമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. സോ സപ്പോർട്ട് നൽകാനായിട്ട് ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെ അവർക്ക് കൂടെ നിർത്താൻ സാധിക്കുമെങ്കിലും അവരെക്കാളും കുറച്ചും കൂടെ ഈ ആൾബലത്തിന് കൂടുതലായിട്ടുള്ള ഒരു രാജ്യം അവർക്ക് അത്യാവശ്യമായിട്ട് വന്നിരുന്നു. സോ ചൈനയോട് അതേപടി കിടപിടിക്കുന്ന ഒരു ആൾബലമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സോ ഇന്ത്യയെ അങ്ങനെയായിരുന്നു അമേരിക്ക കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള പലതരം ഓഫറുകളും നൽകിക്കൊണ്ടിരുന്നത്. സോ ഇന്ന് അമേരിക്ക ഇന്ത്യയുമായിട്ടൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണമെന്ന ആവശ്യമായിട്ട് ഒരു ടോപ്പ് അമേരിക്കൻ സെനറ്റർ രംഗത്ത് വന്നിട്ടുണ്ട്. സോ അമേരിക്കൻ സെനറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ MP-മാരെ പോലുള്ള ഒരു പൊസിഷനാണ്. സോ അദ്ദേഹം ഈ ഫോറിൻ റിലേഷൻഷിപ്പിലുള്ള ഒരു കമ്മിറ്റിയുടെ ടോപ്പ് ഒഫീഷ്യലാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനെ പറ്റി അമേരിക്ക കൺസിഡർ ചെയ്യണമെന്നും ഈ ഓസ്ട്രേലിയയും ഇന്ത്യയും കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ECTA എന്ന് പറയുന്നൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കോഓപ്പറേഷൻ ഈ എക്കോണമിക്കൽ മേഖലയിലും പിന്നെ ട്രേഡിലും പരസ്പരം സഹകരിക്കുന്നത് ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പല വിധത്തിലും അഭിപ്രായപ്പെട്ടത്. അതേപോലത്തെ ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് ഇന്ത്യയും അമേരിക്കയും കൂടെ സൈൻ ചെയ്യേണ്ട അത്യാവശ്യമുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു അഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു FTA വരികയാണെങ്കിൽ അതിൽ ഇന്ത്യക്കായിരിക്കും ചില നേട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ഈ കച്ചവടം എന്ന് പറയുന്നത് 2019 വർഷത്തിൽ ഏകദേശം 2019-2020 സാമ്പത്തിക വർഷത്തിൽ ഇത് ഏകദേശം $88.9 ബില്യൺ ആയിട്ടായിരുന്നു വർദ്ധിച്ചിരുന്നത്. പക്ഷേ 2020-21 സാമ്പത്തിക വർഷത്തിൽ ഇത് 80.5 ബില്യണായിട്ട് കുറഞ്ഞു വന്നു. സോ ഇന്ത്യ അമേരിക്കയിലോട്ട് അയക്കുന്ന, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആ ഒരു വസ്തുക്കളുടെ ആകെ മൂല്യം എന്ന് പറയുന്നത് 2019-2020 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 53 ബില്യൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2020-21 ഈ കൊറോണ വന്ന സമയത്ത് അത് വീണ്ടും കുറയുകയും 51.62 ബില്യണായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേസമയത്ത് അമേരിക്ക ഇന്ത്യയിലോട്ട് അയക്കുന്ന വസ്തുക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള തുക, അതായത് ഏകദേശം 2019-2020 35.9 ബില്യണും 2020-21 കാലഘട്ടത്തിൽ 29 ബില്യൺ ഡോളർ അടുത്ത് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യയിലോട്ട് അമേരിക്ക അയച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഇന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. സമീപകാലങ്ങളിൽ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കൊറോണ വൈറസിന്റെ വ്യാപനമാണെങ്കിലും ആ വ്യാപനത്തിന് ശേഷം പുതിയൊരു ന്യൂ വേൾഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അമേരിക്കയ്ക്ക് ഒരു ആശങ്ക വന്നിട്ടുണ്ട്. സോ ആ സമയത്താണ് ഈ റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. സോ ഈ യുദ്ധം കടന്നു വന്നതും ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുമോ ഇല്ല അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് അമേരിക്കയുടെയും കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെയും ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നൊരു ആശങ്ക അമേരിക്കയുടെ മുമ്പിൽ കടന്നു വന്നിരുന്നു. പക്ഷേ ഇന്ത്യ രണ്ട് രാജ്യങ്ങൾക്കും ഞങ്ങൾ ഒരേപോലെ വഴങ്ങി വരില്ല എന്നും ഞങ്ങളുടെ ന്യൂട്രൽ പോളിസി കീപ്പ് ചെയ്യുമെന്ന കാര്യത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ന്യൂട്രൽ പോളിസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അമേരിക്ക ചില സ്റ്റേറ്റ്സ്മെൻറ്റ്സ് പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് അവരുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനെ ഇന്ത്യയിലോട്ട് അയക്കുകയും അദ്ദേഹം ഈ റഷ്യയുടെ മേലെ എന്തെല്ലാം സാമ്പത്തിക ഉപരോധം അമേരിക്ക ചുമത്തണമെന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ ഹെഡാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് ചില താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയുമായിട്ട് സഹകരിക്കുന്നതിലൂടെ ഇന്ത്യക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും അമേരിക്കയുടെ സാങ്ഷൻസിൽ ഇന്ത്യ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തെപ്പറ്റിയെല്ലാം അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ ഇന്ത്യയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് ഓൾറെഡി ഒരു നിർദ്ദേശമായിട്ട് നൽകിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ സാധിച്ചത്. സോ ഇന്ന് അതേ ഒരു പാതയിൽ ആ ഒരു ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇന്ത്യയിൽ വന്ന ശേഷം തിരികെ പോയി കഴിഞ്ഞു. സോ അവിടെ അമേരിക്കയിൽ എത്തിയ ശേഷം അമേരിക്കയുടെ ഒരു പ്രസ് സെക്രട്ടറി ഈ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, അമേരിക്കയിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ ഇന്ത്യക്ക് വീണ്ടും ഒരു താക്കീതുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ ഈ ട്രേഡൊക്കെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പോകുന്ന ഒരളവ്, ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഒരു 1%, 2% ആകെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഓയിലിൽ റഷ്യയിൽ നിന്ന് വരുന്ന ഓയിൽ മാത്രം കടന്നു വരുന്നത്. സോ അത്രമാത്രമേ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു അളവിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമേരിക്ക വാണി നൽകിയിരിക്കുന്നത്.
സോ ഏത് തരത്തിലുള്ള പ്രശ്നമായിരിക്കും അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചില കൺഫ്യൂഷൻസ് ഇവിടെ കടന്നു വരുന്നുണ്ട്. കാരണം അമേരിക്കയിൽ തന്നെ ഒരു ഭിന്നമായ അഭിപ്രായം രൂപപ്പെട്ടുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് 2 എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ ഒരു കാര്യം, അമേരിക്കയുടെ സെനറ്ററും ബാക്കിയുള്ള പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇന്ത്യയുമായിട്ട് സഹകരിക്കണം, ഇന്ത്യയുമായിട്ട് വാണിജ്യപരമായ പല ബന്ധങ്ങളും സ്ഥാപിതമാക്കണം, അതിനുവേണ്ടി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പോലത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന കാര്യമായിട്ട് രംഗത്ത് വരുമ്പോൾ, മറുഭാഗത്ത് ഇന്ത്യക്ക് ചില താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യയെ പേടിപ്പിച്ച് കൂടെ നിർത്താമെന്ന് പറയുന്ന മനോഭാവത്തിലും അമേരിക്ക നിലനിൽക്കുന്നുണ്ട്. സോ 2 ഈ അധികാര തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഇവിടെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് അമേരിക്കയുടെ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ സാധിക്കും. ഈവൻ അമേരിക്ക ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇന്ത്യയിലോട്ട് ഒരു അംബാസിഡർ നിയമിച്ചിട്ടില്ല. കാരണം 2020 അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡർ അദ്ദേഹം വിരമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പുതിയൊരു അംബാസിഡർ ജോ ബൈഡന്റെ ഭരണകൂടം ഇതുവരെ നിയമിച്ചിട്ടില്ല. 2-3 ആൾക്കാരെ നോമിനേറ്റ് ചെയ്തെങ്കിലും അവരുടെ മേലെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അത് തൽക്കാലം ഹോൾഡായി പോയി. സോ 1 വർഷമായിട്ടും ഇന്ത്യയിലോട്ട് ഒരു അംബാസിഡർ നിയമിക്കാതിരിക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അമേരിക്ക അത്ര ഒരു ലേസി ആയിട്ട്, ഒരു കെയർലെസ് ആയിട്ട് എടുക്കുന്നു എന്ന് തോന്നൽ തന്നെ ജനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ടേക്കാം. സോ ഈ ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ, ഇന്ത്യയിൽ അംബാസിഡർ ഇല്ലാന്നൊക്കെ പറയാൻ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ, മേ ബി അമേരിക്ക ആ ഒരു കാര്യത്തെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വൈകാതെ ഒരു അംബാസിഡറെ ഇന്ത്യയിലോട്ട് നിയമിച്ചേക്കാം. സോ ഒരു ഡിപ്ലോമാറ്റ് വരുമ്പോൾ, ഒരു ഡിപ്ലോമാറ്റിക് പരമായ അപ്രോച്ച് മറ്റൊരു രാജ്യമായിട്ട് സ്ഥാപിതമാകേണ്ടത് അത്യാവശ്യമായ കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അമേരിക്ക ഫോളോ ചെയ്യുമോ ഇല്ല വേറെ വല്ല കാര്യങ്ങളിലോട്ട് നോക്കുമോ എന്ന കാര്യത്തെപ്പറ്റിയും ഇവിടെ ഒരു ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ US ഒരു ഭാഗത്തുണ്ട്. സോ US-ൻ്റെ ഒരു എന്താ പറയുക, സയാമീസ് ഇരട്ടയാണ് UK എന്ന് പറയുന്നത്. സോ 2 പേരും എവിടെ പോയാലും ഈ RRRലെ രാംചരനും അതുപോലെ മറ്റേ ഓപ്പോസിറ്റിലെ ജൂനിയർ NTRനെയും പോലെ തന്നെയാണ് ഒരുമിച്ച് ബയ്യ എന്ന് പറയുന്നൊരു ബന്ധമുള്ളവരാണ്. സോ UK ഇന്ന് ഇന്ത്യയിലോട്ട് വീണ്ടും ഒരു സന്ദർശനമായിട്ട് അവരുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് വരുന്നുണ്ട്. സോ UK കഴിഞ്ഞ തവണ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഫോറിൻ സെക്രട്ടറിയെ ഇന്ത്യയിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോറിൻ സെക്രട്ടറി ഇന്ത്യയിൽ വന്നിട്ട് ചില താക്കീതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ട്രേഡൊക്കെ നടത്തിക്കോളൂ, പക്ഷേ അത് നിങ്ങളുടെ നിഷ്പക്ഷമായ താല്പര്യമാണ്, നിങ്ങളുടെ തന്നെ ഒരു ഇന്റേണൽ മാറ്ററാണ്. അത് എന്തെങ്കിലും തരത്തിൽ ഈ ഞങ്ങൾ കൊണ്ടുവരുന്ന ഉപരോധങ്ങളെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുമെന്ന രീതിയിൽ ഇന്ത്യക്ക് ചില സൂചനകൾ അവരുടെ ഫോറിൻ സെക്രട്ടറി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ തിരികെ പോയി. പക്ഷെ അതിനന്ന് ഈ വെണ്ടയ്ക്കക്ഷരത്തിൽ തന്നെ ഇന്ത്യ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം യൂറോപ്യൻ കൺട്രീസ് ഈ സമയത്ത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വാങ്ങിക്കുന്ന ഓയിൽ വളരെ കുറവാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 10 സ്ഥാനത്ത് പോലും ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ അവിടെ ഓപ്പണായിട്ട് പറയുകയും യൂറോപ്യൻ കൺട്രീസിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് UK-യുടെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ തന്നെ ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ബോറിസ് ജോൺസന്റെ വിസിറ്റ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തൊരു വിസിറ്റായിരുന്നു. ഈ ജാനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ മൂലം ആ ഒരു വിസിറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. സോ അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത വിസിറ്റ് ഒരു 3 മാസത്തിന് ശേഷം ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ ഒരു മാസം ഏപ്രിൽ 11 ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഈ വിസിറ്റിന് ചില പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് അമേരിക്ക എന്നൊരു ആലോചന എത്തിയിട്ടുണ്ടെങ്കിലും അത് മുൻപ് തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് UK. കാരണം UK ഈ ബ്രെക്സിറ്റ് വഴി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പിറകോട്ട് വന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പല സാമ്പത്തികമായ തിരിച്ചടി നേരിട്ടുണ്ടായിരുന്നു. സോ തിരിച്ചടി അതിജീവിക്കാനായിട്ട് ഇന്ത്യ പോലത്തെ രാജ്യവുമായിട്ട് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് UK-ക്ക് അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, നമ്മുടെ ചാനലിൽ പോലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK-യും ഇന്ത്യയും കൂടെ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററൊക്കെ സന്ദർശന സമയത്ത് പ്രധാനപ്പെട്ട ചില എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസും പിന്നെ ഡിപ്പെൻഡൻസി വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറ്റിയും പലതരം ബെനിഫിറ്റ്സ് ഇന്ത്യയിലെ പല യുവാക്കൾക്കും അവിടെ പോയി ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും UK അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ UK-യിൽ പല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇന്ന് കടന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെ അകത്ത് തന്നെ ഈ തൊഴിലായ്മ എന്ന് പറയുന്ന കാര്യം വലിയ തോതിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് വീണ്ടും സഹകരിക്കണം, ഇന്ത്യയുമായിട്ട് വീണ്ടും പല മേഖലയും കൈകോർക്കണമെന്ന കാര്യമായിട്ട് UK കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിലും ഇന്ത്യയും UK-യും കൂടെ കൈകോർക്കുമെന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരൊറ്റൊരു വിസിറ്റ് ഈ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലോട്ട് വരുന്നതിലൂടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ട്രേഡ് മുതൽ ഡിഫൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ചില ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ ചർച്ചകളിൽ മേ ബി പലതരം പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാകാമെന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇന്ത്യയെ ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ട്ണറായിട്ടാണ് UK കണക്കാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്ന സമയത്തും UK-യുടെ ഫോറിൻ സെക്രട്ടറി അത്ര ഹാർഷായിട്ടുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതിരുന്നത്. കാരണം
ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും തരത്തിലൊരു ബൈലാറ്ററൽ ഇഷ്യൂസ് വന്നാൽ അത് യു കെയെ ബാധിക്കും. യു കെക്ക് പലതരം സപ്പോർട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാലഘട്ടമാണ്. സോ പോസ്റ്റ് ബ്രെക്സിറ്റ് എറ എന്ന് പറയുന്നത് യു കെയുടെ നിർണായകമായ ഒരു കാലഘട്ടമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് മാക്സിമം യു കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സയാമീസ് ഇരട്ടകളായ യു കെയും യു എസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് താക്കീതുമായിട്ട് വരുന്നു, മറുഭാഗത്ത് താക്കീതൊന്നും വേണ്ട. ഈ അന്യൻ്റെ നേച്ചർ ഉണ്ടല്ലോ, അന്യൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ റെമോ, അന്യൻ, പിന്നെ വേറൊരു ക്യാരക്ടറും കൂടിയുണ്ട്, അമ്പി, ഇങ്ങനെ 3 ക്യാരക്ടർ ഉണ്ട്. അതിൽ 2 ക്യാരക്ടർ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അന്യനെ പോലെ വന്ന് പേടിപ്പിക്കാൻ നോക്കുന്നു, പിന്നെ ഈ റെമോനെ പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇന്ത്യയെ സോപ്പിട്ട് കൊണ്ട് നടപ്പാക്കാൻ നോക്കുന്നുണ്ട്. ഇനി അമ്പിയായിട്ട് എപ്പോൾ വരുന്നത് കണ്ടറിയാം. സോ അമ്പിയായിട്ട് തുമ്പിയായിട്ടൊന്നും അമേരിക്ക വരില്ല നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം അമേരിക്കയുടെ എപ്പോഴുമുള്ള ഒരു ആഗ്രഹമാണ് അവരായിരിക്കണം ലോകത്തെ നമ്പർ 1 എന്ന്. ആ നമ്പർ 1 പൊസിഷനിലോട്ട് വേറൊരു രാജ്യം എത്താൻ പാടില്ലെന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. സോ ആ അമേരിക്കയുടെ ഡോമിനൻസിന് ഇന്ന് ചൈനയും വലിയ തോതിൽ വെല്ലുവിളി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കത്തിൽ ഒരു തേർഡ് പാർട്ടി, ഇത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് അമേരിക്ക മാത്രമാണ്. സോ ഒരു തേർഡ് പാർട്ടി കടന്നു വരാൻ പാടില്ല എന്ന് ചൈന എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ മാർച്ച് മാസം 11-ാം തീയതി ഇന്ത്യയും ചൈനയും തമ്മിൽ 15ാമത് അതിർത്തി തർക്കത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടായിട്ടുണ്ടെന്നും അത് വൈകാതെ തന്നെ വീണ്ടും പലതരം ചർച്ചകളിലൂടെ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ പ്രശ്നത്തിൽ വീണ്ടും വേറൊരു കൺട്രി ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് ചൈന ആവർത്തിക്കുന്നത്. സോ ചൈനയുടെ ഒരു ഫോറിൻ പോളിസി, കാരണം ഇപ്പോൾ കറൻ്റ്ലി ചൈന നടപ്പാക്കുന്ന ഫോറിൻ പോളിസിയിൽ ചില പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ പോളിസി അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ഇന്ത്യ എന്ന് എടുത്തു വെച്ചിരിക്കുന്ന പല നീക്കങ്ങളും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് ചൈന നടപ്പായിക്കൊണ്ടിരിക്കുന്നത്? ഈ കാര്യത്തെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നാളെ രാവിലേക്കുള്ളിൽ വരുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ചൈന ഇന്ത്യയെ അനുകരിക്കുന്ന ചില കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ കൂടുതൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഒന്നും പുറത്തു വിടുന്നില്ല. സോ ആ വീഡിയോയ്ക്കായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ റഷ്യയിലെ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്, അത് നാളെ സംസാരിക്കാൻ ശ്രമിക്കാം. കാരണം അവിടെ ബുച്ച എന്ന് പറയുന്ന ഒരു പ്ലേസ്, ബോച്ചാന്ന് പറയുന്നത് ആ ഒരു പ്ലേസിൽ വളരെയധികം ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പോലും റഷ്യൻ സോൾജേഴ്സ് പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയുന്ന വാർത്തകളും അതിൻ്റെ ഫോട്ടോസൊക്കെ ട്വിറ്ററിൽ കണ്ടിരുന്നു. കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഭ്രമരിപ്പായിരുന്നു. എത്ര നേരമായിട്ട് അത് ആ ഒരു ഇത് പോയില്ല, ഷോക്ക് പോയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ക്രൂവലായിട്ടുള്ള വിഷ്വൽസാണ് പുറത്തു വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ആ യുദ്ധത്തിൻ്റെ ഭീകരമായ മുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനത്തെ വിഷ്വൽസ് പുറത്തു വരാൻ പാടില്ല എന്നും പല അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വിഷ്വൽസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം, ആ യുദ്ധം ഉണ്ടാക്കുന്നതിലൂടെ ഈ മരിച്ചു പോകുന്ന ആൾക്കാർ, ഇതൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്. ഈ സ്ഥാനത്തോട്ട് ഈ നേതാക്കന്മാരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കളോ അങ്ങനെ ആ ഫാമിലിയുള്ള ആരും കടന്നു വരുന്നില്ല. ഈ സോൾജേഴ്സായിട്ടും അവർക്ക് വേണ്ടി പോരാടുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അണികളൊക്കെയാണ് കടന്നു വരുന്നത്. സോ നേതാക്കന്മാരെയും അവരുടെ ഐഡിയോളജിയും ഫോളോ ചെയ്യുന്നതല്ലാണ്. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ സ്വന്തം ഒരു നഷ്ടം വരുത്തിക്കൊണ്ട് മാത്രമായിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതൊരു മോറൽ മെസ്സേജ് എടുത്താൽ മതി. ഒരു അനിയനോ ഒരു ബ്രദറോ നിങ്ങളോട് പറയുന്ന പോലെ എടുത്താൽ മാത്രം മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.